39 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, നാവുകൊണ്ട് പാപം ചെയ്യരുത്. എന്തുവാണ്? നാവുകൊണ്ട് പാപം ചെയ്യരുത്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. കണ്ടോ, സ്തോത്രം മൊത്തം പോകുന്നു ഞാൻ പറഞ്ഞില്ല. നാവുകൊണ്ട് ചെയ്യരുത്. നാട്ടുകാരുടെ കുറ്റമെല്ലാം പറഞ്ഞു യോഗത്തിനിരുന്നാൽ കൃപ ഇറങ്ങുകയല്ല, കുഞ്ഞപ്പൻ ഇറങ്ങും. മനസ്സിലായില്ല? സ്തോത്രം. അപ്പൊ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. അടുത്തത് കണ്ണുകൊണ്ട് 119 സങ്കീർത്തനം 11-ാം വാക്യം, ഹൃദയം കൊണ്ട് പാപം ചെയ്യരുത്. അപ്പൊ നാവ് കൊണ്ട് ചെയ്യരുത് പാപം, കണ്ണുകൊണ്ട് ചെയ്യരുത് പാപം, ഹൃദയം കൊണ്ട്. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. സ്തോത്രം. ഒരിക്കല് ഒരു പാപിനിയായ സ്ത്രീയെ നാട്ടുകാരും കൂടെ പിടിച്ചോണ്ട് പോകും. സ്തോത്രം. അവളെ ഒരു വാക്യവും ഒരു കൈ വാക്യവും ഉണ്ട്, മറ്റേ കൈ കല്ലുമുണ്ട്. ഈ സ്ത്രീയാന്ന് രക്ഷപ്പെടാനായിട്ട് ഓടുക. അങ്ങോട്ട് ചെന്നപ്പോ യേശു അവിടെ നിൽക്കുന്നു. യേശുവിനെ കണ്ടപ്പോ ഇവിടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു, എറിയാൻ വന്നവന്റെ എയറിന്റെ സ്പീഡും കുറഞ്ഞു. കർത്താവ് ഉള്ളതുകൊണ്ടാ പലരും രക്ഷപ്പെട്ടെന്ന് ഓർത്തോളം. ഇല്ലായ്മപ്പെടുത്താൻ ഒത്തിരി പേര് എഴുന്നേറ്റതാ. തമ്പുരാനെ കണ്ടപ്പോഴാ ചിലരൊക്കെ. ഇവിടെ കിട്ടിയോ? ഇവിടെ ആ ദൈവത്തെ സ്തുതിക്കണ്ടേ? ഈ കർത്താവിനോട് ഇവര് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട് ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഈ കർത്താവ് ഒരു കാര്യം ഡീൽ ചെയ്താ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യും. ഒത്തിരി വാക്കൊന്നും കർത്താവ് എടുത്തുള്ളൂ, ഒരൊറ്റ വാക്ക്. എന്താ, കുരുടനെ പിടിച്ച ഇച്ചിരി ചേറുണ്ടാക്കി കണ്ണി കുശി ശീലാഹംകുളത്തിൽ പോയി കുളിച്ചോ നിന്റെ കണ്ണ് ശരിയാവുന്നു. ഇവിടെ ഒറ്റ വാക്ക്. അല്ലാതെ നീ 70 ദിവസം ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ണ് മാറട്ടെ, കണ്ണിന് സൗഖ്യം വരട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കുഷ്ഠം പിടിച്ച് ജീവിതം മുഴുവൻ തീർന്ന ഒരുത്തനെടുക്കുക ഒരു ഉപദേശം പറഞ്ഞ് ജോർദാൻ 7 മുങ്ങിയ വീട്ടിൽ പോകും, ആള് മാറുമെന്ന് പറഞ്ഞു. സിമ്പിള്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ വിഷയത്തിന് പരിഹാരം കർത്താവ് കൽപ്പിക്കുക. ചില വാക്ക് മതി നിനക്ക് പരിഹാരമാ. ഇന്നിവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിനക്കൊരു പരിഹാരം. നീ കരയുന്ന വിഷയത്തിൽ, സങ്കടപ്പെടുന്ന വിഷയത്തിൽ നിനക്കൊരു പരിഹാരം യേശു തരാൻ പോവുക.